നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് നോക്കുന്നത് ഉടമ്പടിയിൽ നമ്മൾ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഉടമ്പടി എടുത്ത് സാമ്പത്തികമായി ഒത്തിരി പിന്നോട്ട് നിന്നവർക്ക് സാമ്പത്തിക പുരോഗമനം ലഭിച്ചതും, ജോലിയില്ലാതെ വിഷമിച്ചവർക്ക് ജോലി കൊടുത്ത് തമ്പുരാൻ അവരുടെ സാമ്പത്തികമായി അവർക്ക് ഒരു വളർച്ച കൊടുത്തതും, പിന്നെ കടബാധ്യതകളിൽ നിന്ന് ഒത്തിരിയും കടബാധ്യതകൾ ഫേസ് ചെയ്തിരുന്ന ആളുകൾക്കെല്ലാം മാതാവ് അവർക്കൊരു സൊല്യൂഷൻ കൊടുത്തതും, അവരെ കടബാധ്യതകൾ മാതാവ് എടുത്തു മാറ്റിയതും ഒക്കെ ആയിട്ട് നിരവധിയായ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സാമ്പത്തിക മേഖലയിൽ മാതാവ് നമ്മൾക്ക് ഒരു അനുഗ്രഹം തരുന്നത്, എങ്ങനെയാണ് സാമ്പത്തികമായ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനമായി തന്ന് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് മാതാവ് നമുക്കായിട്ട് തരുന്നത് എങ്ങനെയാണ് എന്ന്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന് നോക്കാം. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നമ്മൾ വളരണം എന്നുള്ളതാണ്. ദൈവസ്നേഹം നമ്മളിൽ കൂടണം. ദൈവസ്നേഹം കൂടുതലായി നമുക്ക് അനുഭവപ്പെടണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. ഇതിൽ പറയുന്നത് പോലെ, ഈ വചനത്തിൽ പറയുന്നത് പോലെ, നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ ആ വചനം ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വചനം നമ്മൾ പാലിക്കുന്നു, അത്രത്തോളം ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കുന്നു. ദൈവസ്നേഹം നമ്മളിൽ നിലനിൽക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ബൈബിളാണ്. ഈ ബൈബിളിലൂടെയാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. ഓരോ വചനത്തിൻ്റെ ഫോമിലുമാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. ഒത്തിരി വചനങ്ങളുണ്ട്. ഒരു ബൾക്കായിട്ടുള്ള ഒരു വചനങ്ങളുടെ കളക്ഷനാണ് ബൈബിള്. അപ്പം ഒത്തിരി വചനങ്ങളുണ്ട്. ആ വചനങ്ങളിലൂടെ ഈശോ നമ്മളോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കുക. അപ്പോൾ ആ ഒരു വചനം നമ്മളിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ പ്രാപിക്കുന്നു. അങ്ങനെ ദൈവസ്നേഹം നമ്മളിൽ നിലനിൽക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രോബ്ലത്തിൽ മാതാവ് നമുക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് മാതാവ് തരുവാണ് ചെയ്യുന്നത്. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ മാതാവ് നമ്മളുടെ ആ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം അമ്മ തരുന്നു. അമ്മയാണ് അമ്മ ഈശോയോട് അപേക്ഷിച്ച് നമുക്ക് വേണ്ടി അമ്മ ഈശോയോട് മധ്യസ്ഥം അപേക്ഷിക്കും. അങ്ങനെ ഈശോ വഴി അമ്മ നമ്മുടെ ആ പ്രശ്നത്തിന് മാതാവ് പരിഹാരം നൽകുന്നു. ദൈവത്തിൻ്റെ ആ വചനം നമ്മളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ആ ഒരു അടയാളങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. നമ്മൾ എന്താണോ നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് അതിനുള്ള ഓരോ അടയാളങ്ങൾ, ഇപ്പം ജോലിയുടെ മേഖലയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയാണ്, കടബാധ്യതയിൽ നിന്നുള്ള മോചനമാണ്. അങ്ങനെ നമ്മൾ എന്താണോ റിക്വസ്റ്റ് ചെയ്തത് അതിലൊക്കെ മാതാവിൻ്റെ ഒരു അടയാളം നമുക്ക് ലഭിച്ചു തുടങ്ങും. നമുക്ക് തന്നെ വിസിബിളി ഒരു അടയാളം ലഭിക്കും. മാതാവ് നമുക്ക് ആ ഒരു അടയാളങ്ങൾ മാതാവ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. സഭാപ്രസംഗകൻ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. ഇതിൽ പറയുന്നത് പോലെ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ന്യായമായിട്ടുള്ള നമ്മുടെ ആഗ്രഹത്തിൽ, നമ്മുടെ ഒരു സാമ്പത്തിക മേഖലയാണെങ്കിലും നമ്മുടെ ആ ന്യായമായ ആ ആഗ്രഹത്തിൽ മാതാവ് നമ്മളെ സഹായിക്കും. നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയും ഐശ്വര്യവും ഒക്കെ നമുക്ക് മാതാവ് തരും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാതാവ് പറഞ്ഞ പോലെ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈശോ എന്താണോ പറയുന്നത്, ഈശോ പറയുന്നതനുസരിച്ച് ജീവിക്കുക.
വചനത്തിലൂടെ ഈശോ എന്താണോ നമ്മളോട് പറയുന്നത് അതുപോലെ നമ്മൾ പാലിക്കുക. പിന്നെ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. അപ്പം മാതാവ് നമ്മുടെ ആ ഒരു പ്രശ്നത്തിൽ മാതാവ് ഇടപെടും, നമുക്ക് അടയാളങ്ങൾ തരികയും ചെയ്യും. ഫിലിപ്പിയർ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകുന്നു. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനമാണ്. ദൈവം തൻ്റെ ആ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി മാതാവിനോട് നമ്മൾ അപേക്ഷിക്കുന്നു. മാതാവ് നമ്മുടെ ആ അപേക്ഷ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ ആ ഓരോ അഭ്യർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിക്കപ്പെടുന്നു. ഈശോ ആ ദൈവത്തിൻ്റെ ആ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മൾ ആ ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുക, ഈശോ പറയുന്നത് പോലെ അനുസരിക്കുക, വചനം പാലിച്ച് ജീവിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കൈകളിലോട്ട് തന്നെ എത്തിച്ചേരും. നമ്മുടെ ആവശ്യം അറിയുന്ന മാതാവ് നമ്മളുടെ ആവശ്യ സമയത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് മാതാവ് കൊണ്ടെത്തിച്ച് തരും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നമുക്ക് ഒരു ജോലി ലഭിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തിക നേട്ടം ലഭിച്ചു. അപ്പോൾ നമുക്ക് ലഭിച്ച ആ ഒരു സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ അത് ഇല്ലാത്തവർക്ക് കൂടി കൊടുക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു സാലറൈസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ സാലറിയുടെ ഒരു 10% നമ്മൾ പാവങ്ങൾക്ക് അല്ലെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കണം. ഒത്തിരി ആവശ്യമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഓർഫണായിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആവശ്യമനുസരിച്ച് അർഹതപ്പെട്ടവരുടെ കൈകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തന്നെ ചെയ്യുക. അർഹതപ്പെട്ടവരുടെ കൈകളിൽ ആണ് അത് എത്തിച്ചേരേണ്ടത്. ജസ്റ്റ് ചുമ്മാ കൊടുക്കാതെ നീഡി ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണം നമ്മുടെ ആ സാമ്പത്തികത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ചർച്ചിലാണെങ്കിലും ഇപ്പം സൺഡേസിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ സ്വസ്ത്രക്കാഴ്ച ഇടുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഏണിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഈ സ്വസ്ത്രക്കാഴ്ചയായിട്ടും പള്ളിക്ക് കൊടുക്കാനുള്ളത് നമ്മൾ പള്ളിക്ക് തന്നെ കൊടുക്കണം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എനിക്ക് ജോബിൽ സാലറി കിട്ടുന്ന ആ ടൈമിൽ മമ്മി എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അഡ്വൈസ് തന്നു, ഇങ്ങനെ നമ്മളൊരു 0.5 കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഞാൻ ആ ജോബിൽ കയറിയപ്പോൾ തൊട്ട് ഈ 0.5 കൊടുക്കുന്ന ആ ഒരു രീതി ഫോളോ ചെയ്ത് വന്നിരുന്നു. എനിക്ക് ആ 0.5 കൊടുക്കുന്നതിൽ നിന്ന് മാതാവ് എനിക്കൊരിക്കലും അതൊരു കുറവായിട്ട് എനിക്ക് ഇന്നേ വരെ വരുത്തിയിട്ടില്ല. എനിക്ക് പടിപടിയായിട്ടുള്ള ആ സാമ്പത്തിക ഉയർച്ച മാത്രമേ മാതാവ് തന്നിട്ടുള്ളൂ. എന്നെ ഒരിക്കലും അതിൽ നിന്ന് താഴോട്ട് എന്നെ മാറ്റിയിട്ടില്ല. നമ്മൾ എത്രത്തോളം കൊടുക്കുന്നതോ അതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ ആയിട്ടുള്ള ഇൻക്രിമെൻ്റ് ആയിട്ടാണ് എനിക്കിപ്പോഴും എൻ്റെ ലൈഫിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എത്ര നമ്മൾ ഒരു 0.5 നമ്മൾ കൊടുക്കുന്നോ അതിൽ നമുക്ക് ഒരു കുറവും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയില്ല. ബ്ലെസ്സിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയേ ഉള്ളൂ. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഭാഗത്താണെങ്കിൽ പോലും ഒരു അനുഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 0.5 കൊടുക്കുന്ന ആ ഒരു ശീലം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തതേ ഉള്ളൂ. ഒരിക്കലും നമുക്കതൊരു കുറവ് ആയിരിക്കുകയില്ല. പിന്നെ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പം അല്ലാതെ ഞാൻ ഈ 0.5 അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ടും കൂടെ മിക്സ് ആക്കി വെച്ച് ചിലപ്പോൾ നമുക്കത് മെസ്സപ്പായി കിടക്കും. അപ്പം പെട്ടെന്ന് ഒരു നീഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഒരു ജസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഈ നേർച്ച ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു എമൗണ്ട്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് മാറ്റി വെച്ചിട്ട് സെപ്പറേറ്റ് വേറെ ഒരു പേഴ്സിൽ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേർച്ച ഇടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തപ്പി നടക്കണ്ട. നമുക്കറിയാം ഇപ്പോൾ ഇത്ര മാസം ഇത്രയാണ് ഇടുന്നതെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു ശീലം എനിക്ക് തോന്നുന്നു എനിക്കതൊരു പേഴ്സണലി ഭയങ്കരമായിട്ടും അത് യൂസ്ഫുൾ ആയിട്ടും തോന്നുന്നുണ്ട്.
ബ്ലെസ്ഡ് ആയിട്ടും തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതൊരു നല്ല ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു എനിക്ക് അത് തോന്നിയിട്ടുള്ളത്. അപ്പം അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കത് എൻ്റെ മാതാവിനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. അതിനകത്ത് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇപ്പം നിങ്ങളാണെങ്കിലും പുതുതായിട്ട് ജോലിയിൽ കയറാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും, നിങ്ങളും ഇങ്ങനെ ഒരു ശീലം ഫോളോ ചെയ്യുക. നിങ്ങൾക്കും അതൊരു അനുഗ്രഹമായിരിക്കും. ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് തന്നെ ആ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് അറിയാൻ പറ്റും. ജസ്റ്റ് ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ കൈപിടിച്ച് മുൻപോട്ട് പോവുക. മാതാവ് നിങ്ങളുടെ എല്ലാ മേഖലകളും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.